വിവാഹത്തിന് മുന്നേ, കല്യാണത്തിന് മുന്നേ ചോദിക്കേണ്ട 3 ചോദ്യങ്ങൾ കേട്ടോ. നമ്മൾ പലപ്പോഴും ഒരു വലിയൊരു തെറ്റ് ചെയ്യാറുണ്ട്. എന്താണെന്നറിയോ? പ്രണയം മാത്രം മതി എന്ന് കരുതിയിട്ട് ജീവിതം മുഴുവൻ ഒരാളുടെ അങ്ങനെ ബന്ധിപ്പിക്കുക. പക്ഷെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? പ്രണയമൊക്കെ നമ്മളെ ബന്ധിപ്പിക്കുക, ഒരുമിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷെ സ്വഭാവമാണ് നമ്മളെ എപ്പോഴും സുരക്ഷിതരാക്കി സേഫാക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ പല ജീവിതവും നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് ഈയിടെയായിട്ട്. ബുദ്ധിമതികളായ സ്ത്രീകളും ബുദ്ധിമാന്മാരായ ആണുങ്ങളും ഒക്കെ അവരുടെ ഭാവി നഷ്ടപ്പെടുത്തിയിട്ട് പല കാര്യങ്ങളുണ്ട്. കാരണം എന്താണെന്നറിയാം? അവർ തെറ്റായ ആളെ തിരഞ്ഞെടുത്തു എന്നുള്ളതൊന്നുമില്ല, ശരിയായ ചോദ്യങ്ങൾ കറക്റ്റ് സമയത്ത് അവർ ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വിവാഹത്തിന് മുമ്പ് നിങ്ങൾ നിർബന്ധമായും ചോദിക്കേണ്ട 3 ചോദ്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയാം? ഒന്നാമത്തെ എന്താണെന്നറിയാം നിങ്ങൾക്ക്? അവരുടെ ആളായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം, നാളെ എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടാൽ നീ എന്ത് ചെയ്യുമെന്ന്. ഈ ചോദ്യത്തിന് അവളോ മറുപടി പറയുമ്പോഴേ വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടോ, പക്ഷേ അവൻ്റെ മനസ്സ് നിങ്ങളൊന്ന് വായിക്കാൻ ശ്രമിച്ചു നോക്കും. അതൊരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങളുടെ ഏറ്റവും മോശം സമയത്തെ നിങ്ങളൊരു ഭാരമായി കാണുന്നവന് നിങ്ങളെ ഏറ്റവും നല്ല സമയത്ത് നിങ്ങളെ സത്യമായി സ്നേഹിക്കുന്നില്ല എന്നർത്ഥം. രണ്ടാമത്തെ ചോദ്യം എന്താ നിങ്ങൾക്ക്? ഒരു ബന്ധത്തിൽ ബഹുമാനം എന്നുള്ളത് എന്താണ് എന്നുള്ളതാണ്. ഈ ചോദ്യമാണ് പല സത്യങ്ങളും തുറന്ന് കാണിക്കുക. ചിലർക്ക് അനുസരണയായിരിക്കാം അത്, ചില ആളുകൾക്ക് അത് കൺട്രോൾ ചെയ്യുന്നവർ നിയന്ത്രിക്കുന്ന ഒരു കാര്യത്തിലേക്കൊക്കെ പോയി. പക്ഷേ യഥാർത്ഥ ബഹുമാനം എന്ന് പറയുന്നത് നിങ്ങൾക്കൊപ്പമുള്ളവൻ അല്ലെങ്കിൽ അവള് കോപമുള്ള സമയത്ത് പോലും നിങ്ങളുടെ മാന്യത സംരക്ഷിക്കുമ്പോഴാണ് അത് യഥാർത്ഥ ബഹുമാനമായി മാറുക എന്നുള്ളത്. മൂന്നാമത്തത് ഏറ്റവും സുപ്രധാനവുമായത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടെ ചോദിക്കണം. നിനക്ക് കോപം വരുമ്പോൾ നീ എങ്ങനെയാണ് ഒരു മനുഷ്യനാവുക എന്നുള്ളത്. കാരണം സന്തോഷമുള്ള സമയത്ത് എല്ലാവർക്കും നല്ലവരാ, പക്ഷെ കോപം വരുന്ന സമയത്തൊക്കെ, നിരാശ വരുന്ന സമയത്തെ മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം ശരിക്കും അങ്ങോട്ട് പുറത്തു വരാൻ തുടങ്ങുക എന്നുള്ളതാണ്. അവൻ മിണ്ടാതെയാകും, അല്ലെങ്കിൽ ആ വാക്കുകൾ കൊണ്ടൊക്കെ മുറിവേൽപ്പിക്കാൻ തുടങ്ങും അവന്. അതുമല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കില്ല എന്നുള്ളതൊക്കെ. ജീവിതം എല്ലായ്പ്പോഴും എളുപ്പമാകണമെന്നില്ല കേട്ടോ. കാരണം ശുഭകരമായ ദിവസങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ അവൻ സൗകര്യങ്ങളില്ലാത്ത സമയത്ത് എങ്ങനെയിരിക്കും എന്നുള്ളത് നിങ്ങൾ നോക്കണം. ഒരിക്കൽ നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം പ്രണയം മാത്രം മതിയാവില്ല, നിങ്ങൾക്ക് വാഗ്ദാനങ്ങൾ മാത്രം മതിയാവില്ല, സമാധാനമാണ് ഏറ്റവും വിലപ്പെട്ടത് എന്നുള്ളത്. അതുകൊണ്ട് പ്രണയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാതിരിക്കുക. നിങ്ങൾ കൂടുതൽ കോപത്തിൽ അവൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് നോക്കുക. കാരണം പ്രണയം നിങ്ങൾ ഒരുമിപ്പിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ സ്വഭാവം മാത്രം നിങ്ങൾ സുരക്ഷിതമാക്കുന്നത് എന്ന്. എല്ലാവർക്കും നല്ല വരട്ടെ. ഒരുപാട് സ്നേഹം മാത്രം കേട്ടോ. താങ്ക് യു.